മഴയൊരു അനുഭവമാണ്. മഴ ഭയങ്കര സൗന്ദര്യമുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഇതേ മഴ തന്നെ ജനങ്ങളെ ദുരിതത്തിലും ആഴ്ക്കുന്ന കാഴ്ചകൾ സമീപ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായി. വലിയൊരു പ്രളയം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടായി അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ. ഇപ്പം അതിശക്തമായ മഴയുടെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കലക്ടർ. മലപ്പുറം, അതുപോലെ തന്നെ ആലപ്പുഴ, തൃശ്ശൂർ, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ. ഈ മഴ വരുമ്പം കേരളത്തിലെ ജനങ്ങളെ വളരെയധികം ആശങ്കാജനകമാക്കുന്നൊരു കാര്യമാണ് ഈ മുല്ലപ്പെരിയാർ വിഷയം. മുല്ലപ്പെരിയാർ പൊട്ടിയോ? മഴ കൂടുമ്പോഴാണ് നമുക്ക് ഈ ആശങ്ക വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നത്. എന്താണ് പുതിയ മഴ വിശേഷങ്ങൾ? പറയും പോലെ മഴയെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചില റീൽസിലൊക്കെ കേട്ടിട്ടുണ്ട്, മഴ കട്ടൻ ചായ ജോൺസൺ മാഷിൻ്റെ പാട്ട്, അങ്ങനെ ഒരു പ്രതീതിയാണ് മഴ എന്ന് പറയുമ്പോൾ. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മഴയെന്ന് പറയുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം 2018 പ്രളയം, അതിനുശേഷം വന്ന ആ പ്രളയം, ഈ കഴിഞ്ഞ തവണ വന്ന പ്രളയം, ഇപ്പോൾ വയനാടുണ്ടായ ദുരന്തവും ഉരുൾപൊട്ടൽ മഴ, ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ മഴയെന്ന് പറയുമ്പോൾ ജാഗ്രത പാലിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളോട് മുഴുവൻ പറയാനുള്ളത് ഈ സമയത്ത് മഴ അതിശക്തമായി കൂടുന്ന സമയമാണ്. ഇന്നലെ ആലപ്പുഴയിൽ നടന്ന അപകടം പോലും അതിശക്തമായ മഴയത്ത് ആ ടവേര ഓടിച്ചിരുന്ന കുട്ടിക്ക് കണ്ണ് കൃത്യമായി ആ മഴ പെയ്യുന്ന സമയത്ത് കാണാൻ കഴിയാത്തതാണ് അപകടത്തിന് ഒരു കാരണം കൂടി എന്നാണ് പറയുന്നത്. ഈ സമയത്ത് വാഹനം ഓടിക്കുന്നവർ വാഹനം സ്കിപ്പ് ചെയ്ത് അപകടം സാധ്യത കൂടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. മാത്രമല്ല മലയോര പ്രദേശങ്ങളിലും ഈ പുഴയുടെ തീരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര പേടിയാണ്. ഏത് സമയത്താണ് വെള്ളം കൂടുന്നത്, വീടിനകത്ത് വെള്ളം കയറും. ആലപ്പുഴ, കുട്ടനാട് ഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഈ മഴ സമയത്ത് വളരെ ടെൻഷനാണ്. കാരണം ക്യാമ്പുകളിൽ കഴിയുന്ന മിക്കവരും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പലരും കേരളത്തിൽ തന്നെ പല ക്യാമ്പുകളിലും കഴിയുന്നവർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മഴയെന്ന് പറയുമ്പോൾ പണ്ടത്തെ ആ ഒരു രസവും അനുഭൂതിയും അതൊക്കെ മാറി നമുക്ക് ഭയമാണ്. ഭയത്തിനപ്പുറം നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോവുക, സർക്കാർ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മഴയെ സംബന്ധിച്ച് ഏറ്റവും പ്രാഥമികമായി നമുക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഗൗതം സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. മഴ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നുള്ളതാണ്. കാരണം മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഏകദേശം 6-7 ജില്ലകൾ ഒലിച്ചു പോകുമെന്നാണ് പറയുന്നത്. മുല്ലപ്പെരിയാറിന് വിള്ളലുണ്ട്, അത് ഡാം പുനർനിർമ്മിക്കണം, പിന്നെ ഡീകമ്മീഷൻ ചെയ്യണം എന്നൊക്കെയുള്ള പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന് പറയുമ്പോഴും ആ പ്രദേശത്ത് താമസിക്കുന്നവരുടെ അവസ്ഥ വളരെ ഭയാനകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാനൊക്കെ നേരിട്ട് പോയി വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ അവിടെ ഉള്ളവരുടെ ആശങ്ക എന്ന് പറയുന്നത് തമിഴ് കലർന്ന മലയാളം സംസാരിക്കുന്നവരാണ് അവിടെ കൂടുതൽ. ഈ തേയിലത്തോട്ടങ്ങളിലും അവിടെ തോട്ടങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണ് കൂടുതൽ പേര്. അവരുടെയൊക്കെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഓരോ ദിവസവും ഭയത്തോടെയാണ് ഞങ്ങൾ, ഇപ്പം മഴ ഇല്ലെങ്കിൽ പോലും അവർക്ക് ഭയമാണ്. കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ 7 ജില്ലകൾ ഒലിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം മരണത്തെ ഏത് സമയത്തും മുഖാമുഖം കണ്ട് ജീവിക്കുന്നവരാണ് ആ പ്രദേശത്തുള്ളവർ എന്നുള്ളതാണ്. മഴ വരുമ്പോൾ പൊട്ടിപ്പോകുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം. അപ്പോൾ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ സർക്കാരുകൾ, ഇപ്പോൾ തമിഴ്നാടാണ് വെള്ളം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ പൊട്ടുകൾ തമിഴ്നാട്ടിലെ 5 ഗ്രാമങ്ങളാണ് പിന്നെ വെള്ളമില്ലാതെ, പിന്നെ ജനങ്ങൾക്ക് വരൾച്ച സംഭവിച്ച് അവിടുത്തെ കൃഷിക്ക് നാശം വരും, ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായി മരണത്തിലേക്കൊക്കെ പോകുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ കേരളം പോലെ തന്നെ തമിഴ്നാട്ടിലെയും ചില പ്രദേശങ്ങൾക്ക് നാശനഷ്ടമുണ്ടാകും, അവിടത്തെയും ഗ്രാമങ്ങളിലുള്ള ആളുകൾ മരണപ്പെടും, ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാർ 2 സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ഒരുമിച്ച് ഇതിനൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിനൊരു തീരുമാനമെടുത്തുകൊണ്ട് ഇതിനൊരു നടപടി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഡീകമ്മീഷൻ ആണെങ്കിൽ ഡീകമ്മീഷൻ, ആളുകളുടെ ഒരു ഭയം അത് ഇല്ലാതാക്കുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമുക്ക് തന്നെ മഴ വരുമ്പോൾ സത്യത്തിൽ മഴ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ച് പറയും, മുല്ലപ്പെരിയാറായിട്ട് പൊട്ടിയാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റൂല കേട്ടോ എന്നൊക്കെ ഞാൻ നമ്മളത് തമാശയ്ക്ക് പറയുമ്പോൾ പോലും കൊച്ചിയിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് ഭയമാണ്. മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, പഴയതുപോലെ പ്രളയം ഉണ്ടാകുമോ, ആളുകൾക്ക് വെള്ളം കയറി ആളുകളുടെ ജീവിതവും ആളുകൾ ഇതുവരെ സമ്പാദിച്ചു കൊണ്ടുവന്ന വസ്തുവകൾ എല്ലാം ഒരു വീടോടുകൂടി. ഇപ്പോൾ വയനാടിൻ്റെ ദുരന്തം
ഇപ്പോൾ കേന്ദ്രം കൊടുത്തില്ലാന്ന് സംസ്ഥാനവും, സംസ്ഥാനം കൊടുത്തില്ലാന്ന് കേന്ദ്രവും പറഞ്ഞ് രാഷ്ട്രീയ കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഇപ്പം മുകളിൽ ആകാശവും താഴെ ഭൂമി, അത് മാത്രമാണ് അവിടുത്തെ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവരുണ്ട്. മക്കളെ എപ്പോഴും മണ്ണിനടിയിൽ നിന്ന് അവരുടെ മൃതദേഹങ്ങൾ പോലും കിട്ടാത്ത രക്ഷിതാക്കളുണ്ട്. അമ്മയെ നഷ്ടപ്പെട്ട മകനുണ്ട്, ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവുണ്ട്, കാമുകനെ നഷ്ടപ്പെട്ട കാമുകിയുണ്ട്. അപ്പോൾ അനാഥരായ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റുകൾ, സ്വർണങ്ങൾ, ഇതുവരെ സമ്പാദിച്ചു വെച്ച പണം, കൃഷിഭൂമി, ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന് അവൻ്റെ ജീവിതത്തിലെ എന്നവൻ ആലോചിച്ച് തുടങ്ങുന്നു അന്ന് മുതൽ അവൻ മരിക്കുന്നത് വരെയുള്ള അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടമ്പയാണ് ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ കാര്യത്തിൽ. കാരണം ഒരു ലോൺ എടുക്കുക, ആ ലോണ് ജീവിതകാലം മുഴുവൻ ആ ലോണിന് വേണ്ടി ജീവിച്ച് മരിക്കുകയാണ് ഓരോ സാധാരണക്കാരൻ. അത്തരത്തിൽ കഷ്ടപ്പെട്ട് വെക്കുന്ന വീടുകളൊക്കെ ഒരു മഴ ഒലിപ്പിച്ചെടുത്തുകൊണ്ട് പോവുക, ആ പ്രദേശം തന്നെ ഇല്ലാതാവുക എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കോതമംഗലം, തൊടുപുഴ, മൂവാറ്റുപുഴ ആ ഭാഗത്ത് എവിടെയാണ്, എനിക്ക് കറക്റ്റ് സ്ഥലം ഓർമ്മയില്ല. അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി. ഒരു വീട്, അത് കഴിഞ്ഞാണ് പിന്നെ കുറേ വീടുകൾ വരുന്നത്. അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ കുടുംബത്തിൽ 5 പേര്, അച്ഛൻ, അമ്മ, 2 പെൺമക്കൾ, ഭർത്താവ്, കുഞ്ഞ്, ഇത്രയും പേര് മരിച്ചു. അത്ര പേരെ ആ കുടുംബത്തിലുള്ള അത്രയും പേരാ മരിച്ചു. ഈ വലിയ പാറക്കഷ്ണം ഒഴുകി വന്ന് ഈ വീടിനെ നിലംപരിശാക്കി. മണ്ണിനടിയിൽ നിന്നൊക്കെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് എല്ലാ മൃതദേഹങ്ങളും കിട്ടി, അവരടക്കം ചെയ്തു. ഈ പാറക്കഷ്ണം ഒലിച്ച് വരുന്നതിനിടയിൽ ഏതോ ഒരു ഭാഗത്ത് പെട്ടുപോയത് കൊണ്ടാണ് 41 കുടുംബങ്ങൾ രക്ഷപ്പെട്ടത്. ഈ ഒരൊറ്റ കുടുംബത്തിന് മാത്രമേ അപകടം സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളത്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഞാനവിടെ പോയി. കുത്തനെയുള്ള കയറ്റമാണ്. ഇങ്ങനെ റോഡെല്ലാം പോയി, മരങ്ങളൊക്കെ വീണ് റോഡെല്ലാം ഒലിച്ചു പോയി. മാധ്യമപ്രവർത്തകർക്ക് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അന്ന്. ആ സമയത്ത് അന്ന് പോയ എല്ലാ മാധ്യമപ്രവർത്തകരെയും നമ്മൾ അവർക്കൊരു കാരണം സ്വന്തം ജീവൻ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഏത് സമയത്ത് അടുത്ത ഉരുൾപൊട്ടൽ സംഭവിക്കുക, ആളുകളോടെല്ലാം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞേക്കുന്നു. റോഡ് മുഴുവൻ അടഞ്ഞു കിടക്കുന്നു. കാരണം ഈ വെള്ളവും ഈ കല്ലും മണ്ണും എല്ലാം താഴോട്ട് ഇറങ്ങി. അപ്പോൾ പലരും വീട് വിട്ട് പോകാനൊക്കെ ഉള്ള മടി കാരണം പലരും ഈ സർക്കാർ പറയുന്ന ഇനിയും അവിടെ ദുരന്തം അല്ലെങ്കിൽ ഇനിയും അത്തരത്തിലുള്ള ശക്തമായ മഴ സാധ്യതയുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാലും പലരും പോകില്ല. ഈ വീടുകളും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അപകടം നടന്നു കഴിയുമ്പോൾ ആ പ്രദേശം തന്നെ ഇല്ലാതാവുന്ന, പിന്നെ സർക്കാരിനെ കുറ്റം പറയേണ്ട ഒരവസ്ഥയിലും വരും. അപ്പോൾ അന്ന് പോയി കണ്ടപ്പോൾ ആ വീടിരുന്ന സ്ഥലം ഒറ്റ രാത്രി കൊണ്ട് തരിശു ഭൂമിയായി കിടക്കുന്നു എന്നുള്ളതാണ്. ആ വീടിരുന്ന സ്ഥലം കാരണം ഒന്നും കാണാനില്ല, വലിയൊരു പാറക്കഷ്ണം ഒന്ന് മൂടി ആ വീടിനെ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ പല ജാഗ്രതകളും പാലിക്കാൻ പറയും. അത്തരത്തിൽ ജാഗ്രതകൾ പാലിക്കില്ല. സ്കൂളുകൾക്ക് എന്തിനാണ് അവധി കൊടുക്കുന്നത്? കാരണം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ മഴയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ടോ, വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടോ, അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ കിട്ടുമ്പോഴാണ് പല കളക്ടർമാരും, ചിലപ്പോൾ അത് വൈകിയായിരിക്കും കിട്ടുന്നത്, അപ്പോഴാണ് പല കളക്ടർമാരും രാത്രി വൈകി 1 മണിക്ക് 2 മണിക്കും ഒക്കെ അവർ ഈ കുട്ടികളെ, മക്കളെ നിങ്ങൾ നാളെ വീട് വിട്ടിറങ്ങരുത്, അച്ഛനമ്മയും പോയാലും നിങ്ങൾ വീടിനകത്ത്. ഇപ്പൊ കളക്ടർ പിള്ളേരും ഒക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി എന്നാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ കളക്ടർ ചെറിയൊരു ട്രോളിന് വിധേയമായിപ്പെട്ടിട്ടുണ്ടായി. അദ്ദേഹം മഴയുണ്ട്, പക്ഷേ ഈ മഴയുടെ പുറത്ത് അവധി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മഴയുണ്ട് എന്ന് അറിഞ്ഞ പാടന്നെ അവധി തരാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതിന് 3 മിനിറ്റിന് ശേഷം വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു, നാളെ അവധിയാണെന്ന് പറഞ്ഞിട്ട്. അത് അദ്ദേഹത്തെ അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം വളരെ ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള മുന്നറിയിപ്പായിരിക്കും ആദ്യത്തെ ആ 3 മിനിറ്റ് ഇടയ്ക്ക് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത്. അത് കഴിഞ്ഞപ്പോഴായിരിക്കും അല്ല അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്, അപ്പോൾ വെള്ളം കയറാനുള്ള സാധ്യതകളുണ്ട്, മഴ ചിലപ്പോൾ കനക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അവധി പ്രഖ്യാപിച്ചോളൂ എന്ന് സർക്കാർ തലങ്ങളിൽ നിന്ന് ഈ മുന്നറിയിപ്പ് കിട്ടിക്കാണും. അപ്പോഴായിരിക്കും കളക്ടർ പറഞ്ഞതും അവധി പ്രഖ്യാപിക്കാൻ. എടുത്തു ചാടി ഒരു ചെറിയ മഴ, ചാറ്റൽ മഴ പെയ്യുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അവധി പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ചില പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 2018 സിനിമയൊക്കെ കണ്ടപ്പോഴാണ് മഴയുടെ, നമ്മൾ നേരിട്ട് കണ്ടതിനെക്കാട്ടിലും ഭീകരമായിരുന്നു ആ സമയത്തുള്ള പ്രളയം എന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന, അല്ലേ? അത് അനുഭവിച്ചവർക്ക് ഒരുപക്ഷെ
അത് അനുഭവിക്കാത്തവർക്ക് കൂടുതൽ ആഴത്തിൽ അത് മനസ്സിലാക്കി തന്നത് സിനിമയാണ് 2018 എന്ന് പറയുന്നത്. അത് കാണുമ്പോൾ നമ്മളൊക്കെ അത് ഇങ്ങനെ നിശബ്ദരായ അല്ലെങ്കിൽ അക്ഷമരായി ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ആ സിനിമ നമ്മളെ കൊണ്ടുപോയത്. അതുപോലെ എനിക്കെപ്പോഴും ഇപ്പോൾ കുറേ ഒരു വർഷങ്ങളായി 2018 ശേഷം മഴ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഭയമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ എല്ലാവരും പറയും പപ്പനാഭൻ രക്ഷിക്കും, പപ്പനാഭൻ എന്നാണ് പറയുന്നത്, പപ്പനാഭൻ രക്ഷിക്കും. അതുകൊണ്ട് തിരുവനന്തപുരത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പം നമ്മൾ അപ്പോഴും ചിന്തിക്കുന്നത് ആലപ്പുഴ, ഇടുക്കി, പിന്നെ തൊടുപുഴ, അല്ലെങ്കിൽ ആ ഒരു മലയോര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരുടെ ഒരു അവസ്ഥ എന്താ, വയനാട്. ഇപ്പോൾ വയനാടെന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ ഭയമാണ്. അവിടെ ഉള്ളവർ സുരക്ഷിതരാണോ? മഴയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിക്ക് മേലുള്ള മനുഷ്യന്റെ അനാവശ്യമായ കടന്നുകയറ്റത്തിന്റെ ഫലമായിട്ട് കൂടെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം വയനാട് അടക്കമുള്ള ഉരുൾപൊട്ടലുകൾ ഇപ്പം ഗാഡ്ഗിൽ റിപ്പോർട്ടിലടക്കം ഈ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതായത് ലോലപ്രദേശങ്ങൾ, ഈ ലോലപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടക്കുന്നു, അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ നടക്കുന്നു. ഇതിൻ്റെ ബലമൊക്കെ ആയിട്ട് അതിൽ ഇടപെടാത്ത മനുഷ്യർ കൂടി അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് കാഴ്ചകളാണ് കഴിഞ്ഞ കേരളത്തിൽ സംഭവിച്ച വലിയ വൻ ദുരന്തങ്ങൾക്ക് നമ്മളോട് പറയാനുള്ള കഥകളിൽ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർക്കാർ സംവിധാനത്തിന്റെ പിടിപ്പുകേടുകൾ. മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിൽ മുഴുവൻ വെള്ളം നിറയുന്നു, ഡ്രെയിനേജുകൾ കൃത്യമായിട്ട്, ഓടകൾ കൃത്യമായിട്ട് വൃത്തിയാക്കുന്നില്ല. ഇങ്ങനെയുള്ള പരാതികൾ നിരന്തരം കിട്ടുന്നതാണ്. അപ്പം അതിശക്തമായ മഴ മൂലം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളിൽ സർക്കാരിൻ്റെ കൈയടക്കമില്ലായ്മ അല്ലെങ്കിൽ അവരുടെ കൃത്യമായ ഇടപെടലില്ലായ്മ മനുഷ്യന് ദുരന്തത്തിൽ ആഴ്ത്തുന്നുണ്ടെന്നുള്ളതും ഒരു കാര്യമാണ്. വെറും മഴയെ മാത്രം നമുക്ക് കുറ്റം പറഞ്ഞിരിക്കാൻ പറ്റില്ല.